ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എങ്ങോട്ട് പോണേ? ചൊക്കന ചിമ്മിനി ഡാം. ഹലോ ഗൈസ്, ഈ പാലം കടന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൂക്കുപാലമുണ്ട്. അത് കാണാനാണ് ഇപ്പോൾ പോണത്. ഇവിടെ കുറേ റബ്ബർ തോട്ടങ്ങളാട്ടോ. പിന്നെ ഇവിടേക്ക് ആനയൊക്കെ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് റബ്ബർ മരങ്ങളുടെ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോണ സമയമാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇപ്പം അങ്ങോട്ട് കടത്തി വിടുമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇലക്ട്രിക് വേലി കെട്ടിയിട്ടുണ്ട്. അവിടേക്ക് കടത്തി വിടില്ല, അനുവാദം കൂടാതെ അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇനി ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. പിന്നെ ഇവിടെ കാണാനുള്ളത് തൂക്കുപാലമാണ്. 2 തൂക്കുപാലമുണ്ട് പോണ വഴിയിൽ. ഇപ്പം അവിടെ വന്നിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഗെയ്സ്. അനുവാദം കൂടാതെ പ്രവേശിക്കാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ വെച്ചിരിക്കണേന്ന് അറിയില്ല. ആദ്യമൊക്കെ ഓപ്പൺ ആയിരുന്നു. ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഇവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പം എന്തായാലും ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല. അപ്പം ഞങ്ങൾ ചിമ്മിനി ഡാം കാണാനായിട്ട് തിരിച്ചു പോവാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാലാണ് ചിമ്മിനിയിലേക്കുള്ള വഴി. ചുറ്റോറും ഉണങ്ങി നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ കഴിയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ചെറിയ പുഴയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി അവിടെ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല, പോയി നോക്കണം. തൃശ്ശൂർ പല ഡാമിലേക്കും പോയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു ഡാമാണ് ചിമ്മിനി ഡാം. കാരണം ഈ വഴിയിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് പ്രത്യേകതയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ അടിപൊളിയാണ്. പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ആന ഇറങ്ങിയിരുന്നു. അപ്പം ഞങ്ങൾ അത് കണ്ടിട്ട് കുറച്ച് നേരം നിന്നു. ഇവിടുന്ന് കുറച്ച് ദൂരം റബ്ബർ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലമാണ്. കുറച്ച് ദൂരം അങ്ങനെയാണ്. ഗെയ്സ്, ഇവിടെ ഒരു പുഴ കാണാനുണ്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം നിർത്താനുള്ള പരിപാടിയാണ്. ഗെയ്സ്, അടിപൊളി പുഴയാണ് ഗെയ്സ്. നിറയെ വെള്ളമുണ്ട്. ഗെയ്സ് കണ്ട ഗെയ്സ്, ഇതൊരു കൂറ്റൻ ആൽമരാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പുഴയിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വരാം. ഇവിടെ ആന വന്നിട്ടുണ്ടതുകൊണ്ട് ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഹലോ ഗെയ്സ്, ഈ ആൽമരത്തിൻ്റെ വേരിൻ്റെ വലിപ്പം കണ്ട. കുറേ വർഷം പഴക്കേണ്ടതുകൊണ്ട് ഈ ആൽമരം കാണുമ്പോൾ തന്നെ ആൽമരത്തിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പാകത്തിന് സെറ്റപ്പായിട്ട് വേര് വന്നേക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത്. പിന്നെ ഇനി അധികം നിൽക്കണില്ല, ആനയ്ക്ക് ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് പുഴയിലേക്ക് ഒന്ന് ഇറങ്ങണം. ഞങ്ങൾ പോകുന്നത് ഡാമിൻ്റെ അവിടേക്കാണ്. റബ്ബർ മരങ്ങൾ വരി വരിയായിട്ട് നിൽക്കണ കാണാൻ ഒരു പ്രത്യേക അഴകാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ അടിപൊളിയാണ്, കുണ്ടും കുഴിയൊന്നുമില്ല.
നല്ല നൈസ് റോഡാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഡാമിലോട്ടുള്ള എൻട്രൻസ് വരും. അവിടെ ടിക്കറ്റ് ഉണ്ട്, എത്രയാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബൈക്ക് അവിടെ കുറച്ച് സൈഡാക്കി വെച്ചിട്ട് അവിടെ സാറന്മാരിക്കുന്നുണ്ടാവും. അവിടെ ചെന്നിട്ട് അവരുടെ ബുക്കിൽ നമ്മുടെ പേര്, അഡ്രസ്സ്, വന്ന സമയം അതൊക്കെ എഴുതി കൊടുക്കണം. പിന്നെ നമ്മുടെ ബൈക്കാണെങ്കിൽ ബൈക്കിനുള്ള ഒരു ചാർജ് ഉണ്ടാവും, പിന്നെ എൻട്രൻസ് ഫീസ് ഉണ്ടാവും. അതൊക്കെയാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ തീ ഇട്ടിട്ടുണ്ട്. കാട്ടുതീ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പടരാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ബോർഡ് നോക്കി നിന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോയത്. ഇപ്പോൾ ഡാം എത്താറായിട്ടുണ്ട്. ഡാമിൻ്റെ ഭിത്തിയൊക്കെ കാണാനുണ്ട്. ഡാം ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട്, സൗണ്ടൊക്കെ കേൾക്കാണ്ട് വെള്ളം ചാടുന്നത്. സ്പിൽവേ തുറന്നിട്ടുണ്ട് എന്തുകൊണ്ട്. ഡാം ഷട്ടറൊന്നും തുറന്നില്ല, സ്പിൽവേ ഷട്ടർ തുറന്നുണ്ട്. ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ അവിടെ നിന്നിട്ട് ഒന്ന് കൂളായിട്ട് വരാം. നല്ല ചൂടുണ്ട് ഗൈസ്. ഇവിടെ നിൽക്കുമ്പോൾ എന്തൊരു ആശ്വാസം അറിയോ, നല്ല തണുപ്പുണ്ട്. പിന്നെ വെള്ളം കെട്ടിക്കിടന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു മണമുണ്ട്. അത് ഈ കാറ്റിൻ്റെ കൂടെ മൂക്കിലേക്ക് അടിക്കുമ്പോൾ നല്ല രസമാണ്. ഹായ്, ഞങ്ങളങ്ങനെ റെയിൻബോ കണ്ടു കേട്ടോ. മഴവില്ല് ക്യാമറയിൽ കാണാനുണ്ടോന്ന് അറിയില്ല. വെള്ളത്തിന്റെ പവർ കൊണ്ട് വരുന്നതാണ്, സൂര്യനടിക്കും, സൂര്യപ്രകാശം കൊണ്ട് വരുന്നതാണ്. കാണാനുണ്ട് ഗൈസ്, മഴവില്ല് കാണാം. അപ്പോൾ ഈ സ്പിൽവേ കൂടെ വെള്ളം വീഴുമ്പോൾ ഇങ്ങനെ തന്നെ. അപ്പോൾ ഷട്ടർ തുറന്ന് എങ്ങനെയായിരിക്കും അല്ലേ, പൊള്ളിയായിരിക്കും അല്ലേ. ഇവിടെ നിന്ന മഴവില് കറക്റ്റായിട്ട് കാണാം ഗൈസ്. ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നത്. അടിപൊളിയാട്ടോ. ഞങ്ങളിനി ഡാമിൻ്റെ മുകളിലോട്ട് പോവാണ്. അവിടെ കൊട്ടവഞ്ചി സവാരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വേണം തിരിച്ചു പോവാൻ. ഇപ്പോൾ ഓപ്പൺ ആണോന്ന് അറിയില്ല, അവിടെ പോയി നോക്കണം. ഇവിടെയാണ് കൊട്ടവഞ്ചി സവാരി, പിന്നെ ഔഷധോദ്യാനം. കുട്ടവഞ്ചി സവാരിക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഈ ഭാഗത്ത് നിറയെ കുരങ്ങന്മാരുണ്ട്. നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിലുള്ള വല്ലതൊക്കെ തട്ടിക്കൊണ്ട് പോകും. പിന്നെ മരത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് അത് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് ഡാമിൻ്റെ വ്യൂ കാണാൻ അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് അവിടെ നിന്നു. കൊട്ടവഞ്ചിയൊക്കെ അവിടെ എടുക്കുന്നുണ്ട്, പക്ഷെ ആരെയും കാണാനൊന്നുമില്ല, ആരും കയറണ കാണാനില്ല. അവിടെ ചോദിച്ചപ്പോൾ ആൾ പുറത്ത് പോയിക്കാന്ന് പറഞ്ഞത്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും. കുറച്ച് നേരം അവിടെ നിന്നു കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട്, പക്ഷേ ചേട്ടന്മാരൊന്നും അവിടെ കാണാനില്ല. അപ്പം ഞങ്ങളെന്തായാലും തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ഇനി.
ഇനി എന്തായാലും അടുത്ത തവണ വരുമ്പോൾ കയറാനുള്ള പരിപാടിയിലാണ്. ഇനി ഇവിടെ ഒരു ഔഷധ സസ്യങ്ങളുടെ ഒരു സ്ഥലമുണ്ട്, അതും കൂടി ഒന്ന് കാണണം. ഡാമിന് സൈഡിലായിട്ടുള്ള ഒരു ഔഷധോദ്യാനമാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, ആരെയും കാണാനൊന്നുമില്ല. ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കൊച്ചിങ്ങട് വാ. ഇവിടെ ഇലഞ്ഞി തൈയാണ് കേട്ടോ. പിന്നെ അവിടെ ശതാവരി ഉണ്ട്, ശതാവരിയുടെ തൈ. പിന്നെ കുടപ്പുളിയുടെ തൈയാണത്. ഇത് നീർമരുത്. പിന്നെ ഇത് പാണല്, ഇതാണ് ആ മരം. പിന്നെ കണിക്കൊന്ന എല്ലാവർക്കും അറിയാലോ. ഇത് കുടകപ്പാല എന്ന് പറഞ്ഞൊരു മരമാണ്. ഇലയൊന്നുമില്ല, കുമിഴ് ഈ മരം. ആ നിൽക്കുന്നതാണ് കൂവളം, വീഡിയോയിൽ കാണുന്നത്. പിന്നെ അവിടെ അധികം ഒന്നുമില്ല, ബോർഡുകളൊക്കെ തുരുമ്പിടിച്ച് നശിച്ചു പോയിട്ടുണ്ട്. ഇത് നീർമരുത്, ഉങ്ങാണ് ഗൈസ്. ഇത് ആര്യവേപ്പ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് കറിവേപ്പിലാണ് സത്യത്തില്. ആര്യവേപ്പ് ഇത് ആരാ ബോർഡ് വെച്ചാവോ. ഇതെന്തപ്പാല. സോറിയാസിസിനൊക്കെ എണ്ണ കാച്ചി തല തേക്കുന്ന ദേഹത്ത് പെട്ടെന്നൊക്കെ. ഇതില്ലേ അതിന് വിഷപ്പൊടിയോ ബാക്കിയെല്ലാം ഓർഗിഡ് പോലത്തെ. എന്തുവാ കുടകപ്പാല ഗൈസ്. അവിടെ ഉണങ്ങി കരിഞ്ഞു പോയിക്കായിരുന്നു. ഇവിടെ കുഴപ്പമില്ലാണ്ട്. ഇതെന്നിട്ടാ വിശാഖം വയ്യങ്കന്ത, എന്തൊരു പേര് കാണാണ്ട ഗൈസ്. വിശാഖം വയ്യങ്കത, അതാണ് ഈ ചെറിയൊരു മരം. ഇവിടെ വന്നപ്പോൾ ഡാമിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ നിന്ന് കാണാണ്ട് അടിപൊളിയാട്ടോ. മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കാണാനായിട്ട്. ഗൈസ് ഇത് കുറേ വഴിയുണ്ട് ഗൈസ്. ഇതെങ്ങോട്ടാന്ന് അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങൾ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നടപ്പാതയൊക്കെ അങ്ങനെ കല്ലൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ വേറൊരു എൻട്രൻസ് കാണാണ്ട് അവിടെ ഗേറ്റ് അടച്ചിട്ടൊക്കെയാണ്. അതുവരെ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടെ വരെ പോയിട്ട് തിരിച്ചു പോവാം. കൊച്ചേ വാ. എന്തായാലും അധികം കാണാനൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. കുറച്ച് ഔഷധസസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു കാട്, ചപ്പുചവറുകൾ. ഇവിടെ ഒരു വെറൈറ്റി ഔഷധസസ്യമുണ്ട്, തൊണ്ടി എന്നാണ് പേര്. ഇതിൻ്റെ ബോർഡടക്കം ഇവിടെ നിലത്ത് പറിച്ചിട്ടുണ്ട്. ആരാന്നറിയില്ല, ഇത് ഏതാ ഇതിൽ ഔഷധസസ്യം എന്ന് അറിയില്ല. ബോർഡ് മാത്രം ഉണ്ട്, തൊണ്ടി. ഹലോ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ.